സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർക്ക് പറയുന്നതിൽ യാതൊരു ആദരവും ഇല്ല. നബി തങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴോ പേരുകേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അവിടുത്തെ പേര് പറയുമ്പോൾ ആദരവോടെ പറയണം. മനസ്സിലോ വാചകത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത ഒന്നും സംഭവിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ തത്വവും ആദർശവും. അതേ സമയത്തോ ആ മുജാഹിദ് പ്രസംഗകരിൽ ഒരാൾ നബി തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിൻ്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. ഈമാനുള്ളവർക്ക് ഇങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമോ വിശ്വാസികളെ? കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദബുകേടിന്റെ വാചകത്തിന്റെ അല്പം പോലും വരാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന മുസ്ലിം ലോകത്തിന്റെ മുമ്പിലേക്ക് ഹബീബായ നബിയെ കുറിച്ച് പറയുന്ന വാചകം കേട്ടോ. അതിനൊന്നും ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾ ഈമാനുള്ളവരാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇനി മുജാഹിദുകൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന് തെളിവില്ല എന്നാണ്. വരട്ടെ, അങ്ങനെ ഒരു ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എതിർക്കോ കൂടെ ഒരൊറ്റ തെളിവെന്ന പോലെ, ഒരൊറ്റ തെളിവെന്ന പോലെ. ഇതിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിൽ വെച്ച് നമ്മുടെ പണ്ഡിതന്മാരും പ്രസംഗകരും എത്ര പറഞ്ഞു. ഒരു തെളിവുണ്ടോ കൂട്ടനെ? പരിപാടിക്ക് വലിയ കോളേജന്മാർ റിക്കാർഡൊക്കെ കൊണ്ടുപോകുന്നല്ലോ, ഒരു ഒറ്റ തെളിവ് അറിയോ? ഇല്ല. പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കയ്യോ? ഇല്ല. യോമിൽ ഖിയാമ സാധ്യമല്ല, കഴിയൂല. എന്താ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന് തെളിവുദ്ധരിക്കാൻ ഖിയാമത്ത് നാൾ വരെ കഴിയില്ല എന്ന വഹാബികൾ പറയുന്നുണ്ടെങ്കിൽ ലോകോൽപത്തി മുതൽ ഖിയാമത്ത് നാൾ വരെ കഴിയുന്നു മുസ്ലിമീങ്ങൾക്ക് തെളിവ് പറയാൻ. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമാണ്. ഫതവസ്സല ബിഹി ആദമു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളെ മധ്യവർത്തിയായി ദുആ ചെയ്തു. ഇതാരുദ്ധരിച്ചു? മുജാഹിദുകളുടെ നേതാവായ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ, അവർ മഹത്വം പറഞ്ഞ പണ്ഡിതനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 110-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു, വതവസ്സല ബിഹി ആദമു, ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളെ കൊണ്ട് തവസ്സുലാക്കി, ഇടയാളരാക്കി ദുആ ചെയ്തു. ഇനി മാത്രമല്ല, സമീപകാലത്ത് വഫാത്തായ പണ്ഡിതനായ ലോകപ്രസിദ്ധ പണ്ഡിതൻ ശൈഖ് മുത്തവല്ലി ശറാവി, അദ്ദേഹത്തിന്റെ ഹഫാവത്തുൽ മുസ്ലിമീൻ ബിമീലാദി ഖൈറിൽ മുർസലീൻ എന്ന ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയതാണ്, മക്കയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ കിതാബിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഫഇന്നല്ലാഹ തബാറക വ في كتابه الكريم بقوله وذكرهم بأيام الله. അല്ലാഹുവിന്റെ
എന്റെ റഹ്മത്തിന്റെ ദിനങ്ങളെ കൊണ്ട് നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുക എന്ന അർത്ഥമുള്ള ആയത്ത് സൂറത്തു ഇബ്രാഹീമിലെ 5-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, വഖൈറു അയ്യാമില്ലാഹി ഹിയ മീലാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്ത് വെച്ച് ഏറ്റവും നല്ല ദിവസം നബിതങ്ങൾ ജനിച്ച ദിവസമാണ്. കാരണം ലിഅന്ന ബിഅസതഹു വഹിജ്റതഹു വൻതിസാറഹു സമറാത്തുൽ യൗമിൽ മീലാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നിന്ന് വന്നതാണ് അവിടുത്തെ നിയോഗം, അവിടുത്തെ ഹിജ്റ, അവിടുത്തെ വിജയങ്ങൾ, അതെല്ലാം അവിടുത്തെ ജന്മദിനത്തോട് തുടർന്നു വന്നതാണ്. അതുകൊണ്ട് ഏറ്റവും അഖിയറുൽ അയ്യാമി, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം നബിതങ്ങൾ ജനിച്ച ദിവസമാണെന്ന് സമകാലിക ആധുനിക പണ്ഡിതനായ ബഹുമാനപ്പെട്ട ശൈഖ് മുതവല്ലി ശഅറാവി സൗദി അറേബ്യയിലെ അൽ അറബിയ ചാനലിൽ വർഷങ്ങളോളം ഖുർആൻ ക്ലാസ് നടത്തിയ പണ്ഡിതൻ ഹഫാവത്തുൽ മുസ്ലിമീൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. ഇത് പുതിയ ആളുകൾക്കുള്ള മറുപടിയാണ്. അതേ സമയത്ത് നമുക്കുള്ള മറുപടിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തിങ്കളാഴ്ചയുടെ മഹത്വം നബിതങ്ങൾ ജനിച്ചതുകൊണ്ടാണ്, വെള്ളിയാഴ്ചയുടെ മഹത്വം ആദം നബി ജനിച്ചതുകൊണ്ടാണ്. അങ്ങനെ നബിമാർ ജനിച്ച ദിവസത്തിന് മഹത്വമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുകയും തിങ്കളാഴ്ച ദിവസം ഇബാദത്ത് കൊണ്ട് ആഘോഷിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ദിവസം നബിതങ്ങൾ നോമ്പ് പിടിച്ചു. അപ്പൊ നമ്മൾ നബിദിനത്തിന് നോമ്പ് പിടിച്ചു കൊള്ളണമെന്നില്ല, അത് പുണ്യമുള്ള ദിവസമാണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ആഘോഷങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഖുർആൻ അവതരിച്ചതിന്റെ ആഘോഷം റമദാൻ മാസം മുഴുവനുമുള്ള ആഘോഷമാണ്, അത് നോമ്പെടുത്തുകൊണ്ടുള്ള ആഘോഷമാണ്. അതിന്റെ പരിസമാപ്തി ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ആഘോഷമാണ്. നോമ്പ് പിടിക്കൽ ഹറാമായ ആഘോഷമാണ്. ആദം നബി ജനിച്ച ദിവസം വെള്ളിയാഴ്ച ഭക്ഷണം കഴിക്കുന്ന ആഘോഷമാണ്. നബിതങ്ങൾ ജനിച്ച തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ആഘോഷമാണ്. എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കേണ്ടത് നബിതങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷമാണ്. വർഷത്തിൽ ഒരു ദിവസം അന്നദാനം നടത്തി ആഘോഷിക്കുന്നത് അതും നബിതങ്ങളുടെ ജന്മവാർഷികത്തിന്റെ ആഘോഷമാണ്.